നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ടെൻഷനാണ്, ഈ പടം വിറ്റടിക്കൂലേ, മുടക്കുമുതൽ കിട്ടൂലേ എന്നൊക്കെ. അത്ര ആളുകൾക്കൊക്കെ ഇത് ഇഷ്ടമാവില്ല, നമ്മളെ ആളുകളൊക്കെ നോക്കും, എല്ലാവരും എൻജോയ് ഉണ്ടല്ലോ അല്ലേ. നമുക്കൊരു ചാൻസ് കിട്ടി സിനിമ അത് ഇട്ടടിക്കണം, അതിന്റെ ടെൻഷൻ, രാത്രി ഉറക്കമൊക്കെ കളഞ്ഞിട്ടൊക്കെ. പ്രൊഡ്യൂസർക്ക് ഉണ്ടാവില്ല ഇത്ര ടെൻഷൻ. ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്റെ സീൻ കഴിഞ്ഞിട്ടുണ്ടാവും, ആകെ ടപ്പ് വെച്ചിട്ട് പോവാ. ശ്രദ്ധേയമായ കഥാപാത്രമായിരിക്കും, ശ്രദ്ധിച്ചിരിക്കണം എന്നാലേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളത് നമ്മുടെ സിനിമ പോലെ ഇപ്പൊ നാട്ടിലൊക്കെ ചെന്നാൽ എല്ലാവരും ചോദിക്കും, പൃഥ്വിരാജിന്റെ സിനിമ അഭിനയിച്ചില്ലേ, പൃഥ്വിരാജ് എങ്ങനെയാടാ? പൃഥ്വിരാജ് നേരിട്ട് കണ്ടിട്ടുണ്ടോന്നില്ല. ചില സ്ഥലത്തൊക്കെ 300ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകളും 500ഓളം ജൂനിയർ ആർട്ടിസ്റ്റുള്ള സിനിമയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ 500 ഒരാളായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. തുടക്കാലത്ത് പ്രതിഫലം എന്ന് പറഞ്ഞത് ഒരു റോളായിരുന്നു, ഒരു ഡയലോഗായിരുന്നു പ്രതിഫലം. എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വേറെ ജോലി പരിപാടികളിൽ നോക്കാം, പുറത്തു പോവാം എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കേൾട്ടൻ 10 വരുന്നത്. ഉണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മമ്മൂക്ക പടം അത്യാവശ്യം നല്ല ക്യാരക്ടർ ത്രൂഔട്ട് പരിപാടി, ഇനി ശ്രദ്ധിച്ച് സിനിമ പിടിക്കണം, എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനത്തെ ചർച്ചകളും ചിന്തകളും നടക്കാനുള്ളൂ. അപ്പോൾ യാദൃശ്ചികമായിട്ട് ഒരാൾ മോളിൽ നിന്ന് കണ്ടാണ് തരുൺമൂർത്തിനെ. എനിക്ക് തോന്നുന്നു ഞാൻ തിയേറ്ററിൽ തന്നെ പോയി തുടങ്ങിയത് വളരെ ലേറ്റ് ആയിട്ടാണ്. പിന്നെ ഞാൻ പുറത്തെ സിനിമകൾ കണ്ടു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. അസോസിയേഷൻ ഓഫ് മൂവി ആർട്ടിസ്റ്റിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ എത്തിയിരിക്കുന്നു. മലയാള സിനിമയിലെ ഒരു സംഘടന എന്ന് പറയുന്നതും അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നതും അത് ഭയങ്കര ഒരു ചെറിയൊരു കൂട്ടായ്മയും അതിനകത്തുള്ള ആളുകൾക്ക് ഉള്ള സഹായത്തിനും അവരുടെ പ്രശ്നങ്ങൾക്ക് ഒപ്പം നിൽക്കാനോ ഇനിയിപ്പോ അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ കുറെ സംഘടനകൾ പല മേഖലയിലുള്ള പോലത്തെ ഒരു സംഘടന മാത്രമാണ് അത് ശരിക്കും അത്രയും വാല്യൂല് തന്നെ കണ്ടാൽ മതി എന്ന് തോന്നുന്നുണ്ട്. സാധാരണ ഭയങ്കര മറ്റേ ഇലക്ഷൻ പോലെ നമ്മുടെ മന്ത്രിമാർക്കുള്ള അങ്ങനത്തെ ഇലക്ഷൻ പോലെ ഒന്നും കാണേണ്ട. ഇപ്പൊ ചില വ്യക്തികളിൽ നിന്ന് നമുക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാവും, അതേ സെറ്റിൽ തന്നെ വേറെ വ്യക്തികളിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് എവിടെയാണെങ്കിലും, സിനിമ അല്ല ഏത് തൊഴിലിടാണെങ്കിലും ഒരു വ്യക്തിയുടെ ആ തൊഴിൽ മേഖലയെ കുറ്റം പറയാത്ത ഓരോ വ്യക്തികളിലാണ് അത്. അതിലൊരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾക്കുള്ള സൗകര്യം അല്ല അതിലൊരു സപ്പോർട്ടിങ് ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കുണ്ടാവുക, അയാളെ സൗകര്യം അല്ല അതിന് തൊട്ട് താഴെയുള്ള ആൾക്കുണ്ടാവുക, അയാളെ സൗകര്യം അല്ല ഒരു അസിസ്റ്റന്റ് ഡയറക്ടർക്ക് ഉണ്ടാവുക. ഇപ്പൊ ഞാൻ പറഞ്ഞ 5 സ്റ്റാറിൽ നിന്ന് അങ്ങനെ ഒരു ലോഡ്ജിൽ താമസിക്കുന്ന ആളുകൾ, ലോഡ്ജ് മുറിയിൽ താമസിക്കുന്ന ആളുകൾ ഒറ്റ സിനിമയിൽ തന്നെ ഉണ്ടാവും. എല്ലാവർക്കും 5 സ്റ്റാർ കൊടുക്കാനും പറ്റില്ല. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇരുന്ന സമയത്തെ തോന്നിയിരുന്നോ ഇത്തരം കാര്യങ്ങളും വിവേചനങ്ങളൊക്കെ കാണുമ്പോൾ സിനിമ മതി? എനിക്കപ്പോ തോന്നിയത് അല്ല, ഞാൻ കാണിച്ചത് ഞാൻ അവരെ പോലെ അങ്ങനത്തെ വാശിണ്ടല്ലോ, അവിടെ ആ കസേര പോയിരിക്കും, ഞാൻ മറ്റേ അവന്റെ ആ ചെയറിൽ പോയിരിക്കും, എനിക്ക് വേണ്ടി വേറെ ചെയർ വരും. കരിയറിൽ നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പുതിയ വിശേഷം വളയാണ്. അതെ, ഹർഷാദിന്റെ തിരക്കഥ, മുഹാഷിന്റെ സംവിധാനം. വളയെക്കുറിച്ച്, വളയിലെ കഥാപാത്രത്തെക്കുറിച്ച്. അതെ, വളയുടെ ഏറ്റവും ഭയങ്കര എക്സൈറ്റിംഗ് സാധനം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഹർഷദ് കാടെ സ്ക്രിപ്റ്റ്, മുഹാഷിന്റെ സംവിധാനം എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റത്തെ എക്സൈറ്റ്മെന്റ് ഉണ്ടായത്. മുഹാഷിനെ നമ്മൾ ആസ് ആൻ ഫ്രണ്ട് എനിക്കറിയാം, അതിൻ്റെ അപ്പുറം നമുക്ക് ഒരു സിനിമ ആസ്വാദക നിലയിൽ നമുക്ക് അവന്റെ മുന്നത്തെ സിനിമ അറിയാം, കഠിന കടവരം, അണ്ടകട. അപ്പൊ എനിക്ക് തോന്നുന്നത് അവൻ തന്നെ പറയും തിയേറ്ററിൽ അങ്ങനെ സക്സസ് ആവാതെ പോയിട്ട് പിന്നെ OTT-ൽ ഇറങ്ങിയപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട അഭിപ്രായം പറഞ്ഞ സിനിമയായിരുന്നു. അപ്പൊ അതിനുശേഷം അവൻ ചെയ്യുന്നു അതേ റൈറ്റർ ഹർഷദ് ഖാൻ എനിക്ക് നേരത്തെ അറിയാം, ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ എൻ്റെ തുടക്കകാലം മുതലേ എനിക്കറിയുന്ന ഒരു റൈറ്ററാണ്. അപ്പോൾ അതന്നെയായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ്, എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഒപ്പം തന്നെ അതിന്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും അതിന്റെ ഇപ്പൊ കഴിഞ്ഞു വന്നപ്പോ ഞാൻ സിനിമ കണ്ടിരുന്നു, ഡബ്ബൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര ഹാപ്പിയാണ് അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റി എന്നുള്ളത്. ഭാനുപ്രകാശ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്, ഒരു പോലീസുകാരനാണ്. അയാളൊരു ട്രാവലും, അയാളൊരു ഇമോഷണൽ ട്രാവലാണ് ശരിക്കും സിനിമ. എന്താണ് സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം വരുന്നത്? കഥാപശ്ചാത്തലം എനിക്ക് തോന്നുന്നു ഈ വള എന്നുള്ള വള ഭയങ്കര ഒരു അതിൽ പ്രധാന കഥാപാത്രമാണ്. ഈ വളയുടെ ഒരു ട്രാവൽ ഉണ്ട് സിനിമയിൽ മൊത്തം. ഈ സിനിമ തുടങ്ങുന്നത് മുതൽ വളയുടെ ഒരു ട്രാവലാണ്. അതിന്റെ അവസാനം ഈ വള എവിടെ എത്തുന്നു, എവിടുന്ന് തുടങ്ങി എവിടെ എത്തുന്നു എന്നുള്ളതാണ് സിനിമ. അതിന്റെ ഇടയിലുള്ള ഒരു കഥ പറച്ചിലാണ് സിനിമ. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആ. എനിക്ക് തോന്നുന്നു ഒരു ബാങ്കിളിനെ മാത്രം വെച്ച് ഇത്രയും ക്യാരക്ടേഴ്സിനെ അതിൽ ഇൻവോൾവ് ചെയ്യിച്ച് ചെയ്യാന്ന് പറയുമ്പോൾ അതിലൊരു ത്രില്ലർ സ്വഭാവം ഉണ്ട്, ഒരു മിസ്റ്ററി സ്വഭാവം ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ന ജോണർ പെടുത്താൻ പറ്റാതെ
അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു പരിപാടി ഉണ്ട് വളക്ക്. ആ കഥാപാത്രത്തിലേക്ക് എങ്ങനെയാണ് ലുക്മാൻ എത്തുന്നത്? അത് ഓഡിഷൻ ചെയ്ത് വരുന്നതാണോ അല്ലെങ്കിൽ ലുക്മാനിലേക്ക് ആ കഥാപാത്രം എത്തുമായിരുന്നു? ആ കഥാപാത്രം എന്നെ വിളിച്ച് പറയാനായിരുന്നു. അങ്ങനെ ആദ്യം അർഷദക്ക് വിളിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സിനിമ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിന് ഓൺ ആക്കുന്നത് മുഹാഷിനായിരിക്കും. പിന്നെ മുഹാഷിൻ ഒരു പ്രാവശ്യം നേരിട്ട് വന്ന് കഥ പറയുന്നു. പിന്നെ നമ്മൾ അതിൽ കുറേ ചർച്ച ചെയ്യുന്നു, സംസാരിക്കുന്നു. അങ്ങനെ അതൊരു ഫൈനൽ പരിപാടിയിലോട്ട് എത്തിയത്. നമുക്കിങ്ങനെ ഷൂട്ട് തുടങ്ങാം. പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് അതൊരു അതിന്റെ ഷൂട്ടിംഗ് പ്രോസസ്സിലോട്ട് കടന്നു. കാരണം നമുക്ക് നല്ല പ്രൊഡ്യൂസേഴ്സ് വന്നു. ഫെയർബേ എന്ന് പറഞ്ഞിട്ട് മുനീറും ഷമീമും പറഞ്ഞിട്ട് രണ്ടുപേര്. അവര് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പൊ അവര് പെട്ടെന്ന് തന്നെ അവർക്ക് പെട്ടെന്ന് സിനിമ ചെയ്യണം. അവര് കഠിന കടോരം കണ്ട് ഫാൻസ് ആയിട്ട് വന്നതാണ്. എനിക്ക് നിങ്ങളുടെ കൂടെ സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മുഹാഷിന്റെ അർഷദക്കാരടുത്ത് വന്നതാ. അപ്പൊ അവർക്ക് പെട്ടെന്ന് സിനിമ തുടങ്ങണമായിരുന്നു. പെട്ടെന്ന് തുടങ്ങി. അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. അതിന്റെ പോസ്റ്റർ ഇപ്പം വൈറലായിരിക്കുകയാണല്ലോ അല്ലെ? പൂർണ്ണമായും എനിക്ക് തോന്നുന്നൊരു AI സഹായത്തോടെ അല്ലെ? അത് ആദ്യമായിട്ടാന്ന് തോന്നുന്നു മലയാള സിനിമയിൽ അങ്ങനെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റർ നിർമ്മാണം വന്നത് എന്നുള്ളത്? അതങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്താൽ ഒരു AI ചെയ്യണം എന്ന് വെച്ചാൽ ചെയ്തതെന്ന് അല്ലാന്നാണ് എൻ്റെ ഒരു ധാരണ. അത് നമ്മൾ പല ഓപ്ഷൻസും നോക്കി എപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര പോസ്റ്റേഴ്സ് ഇപ്പോൾ ഭയങ്കര നമുക്ക് ഒരുപാട് പോസ്റ്റേഴ്സ് ഇറങ്ങുന്നു, ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നു, സിനിമയുടെ പോസ്റ്റേഴ്സ് ഇറങ്ങുന്നു, ഫസ്റ്റ് ലുക്ക് ഇറങ്ങുന്നു. നമുക്കൊന്നും ഓർത്തിരിക്കാനോ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഒന്നും തോന്നാത്തൊരു സമയമാണല്ലോ അപ്പൊ അത്രയും സിനിമകൾ ഇറങ്ങുമ്പോൾ. അപ്പൊ ആളുകളിലോട്ട് ഇങ്ങനെ ആളുകളുടെ അറ്റൻഷൻ വേണം എന്നുള്ളതൊരു നിർബന്ധമായിരുന്നു ഫസ്റ്റ് ലുക്കിന്. ശരിക്കും നമ്മൾ അതിന് അത്യാവശ്യം സമയം എടുത്തേക്കുന്നത്. നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലുക്ക് ഇറക്കാൻ അത്യാവശ്യം സമയം എടുത്തേക്കുന്നത്. അത് അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോൾ എത്തിയ കുറെ ആലോചനകൾക്ക് ശേഷം എത്തിയതാണ് ശരിക്കും അങ്ങനെ ഒരു AI പോസ്റ്ററിലോട്ട് എത്തിയത്. പക്ഷെ അത് ഭയങ്കര വെല്ലുവിളിയും കൂടിയാണ്. അത് എത്രത്തോളം ആളുകൾ അത് എടുക്കും. സിനിമയാണല്ലോ അത്, ബേസിക്കലി AI കാണുമ്പോ എങ്ങനെ ആയിരിക്കും എന്നുള്ള. പക്ഷെ അത് ഭയങ്കര അതേപോലെ ഒരു കാശ്മീരി സിംഗർ പാടുന്നുണ്ട് അല്ലെ, യാവർ അബ്ദൽ. ഈ സിനിമക്ക് അങ്ങനെ പ്രത്യേകത, ഈ സിനിമയിൽ ഏകദേശം എല്ലാ ഭാഷയിലുള്ള പാട്ടുകളുണ്ട്. അറബിക് ഉണ്ട്, ഇപ്പൊ മലയാളം, ഓഫ് കോഴ്സ് മലയാളം, പിന്നെ ഹിന്ദി, അങ്ങനെ അങ്ങനത്തെ എല്ലാ സോങ്സും ഉണ്ട്. അപ്പം നമ്മൾ ഏതൊരു ഹിന്ദി സോങ്ങിലോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു മുഹാഷിന്റെ ഒരു ഐഡിയ തന്നെ ആയിരുന്നു. ഭയങ്കര കോംബോ ആണല്ലോ. ഇപ്പൊ യാവറിന്റെയും ഗോവിന്ദ് വസന്തിന്റെയും കൂടെ ഒരു കോംബോ എന്ന് പറഞ്ഞ, ഗോവിന്ദ് വസന്ത് നമുക്കറിയാലോ, നമുക്ക് എല്ലാ ഹിറ്റുകളാണ്. അവര് കോംബോ ഉള്ള ഒരു മാജിക് സംഭവിക്കും എന്നുള്ള ഇതിലാണ് രാജസ്ഥാൻ ആ പാട്ട് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്നതും രാജസ്ഥാനാണെന്നാണ് കേൾക്കുന്നത്. യാവർ അബ്ദൽ ഞങ്ങളുടെ വളയ്ക്ക് കിട്ടിയൊരു ഒരു ജം ആണ്, മുതൽക്കൂട്ടാണ്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്നു. പക്ഷെ സിനിമയോടുള്ള അതിയായ മോഹം കൊണ്ട് സിനിമയിലേക്ക് എത്തുകയുമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ പല നടന്മാരായാലും നടിമാരായാലും അതിന് പിന്നാലെ ഒരുപാട് നടന്ന് അങ്ങനെ തന്നെയായിരുന്നു ലുക്മാന്റെയും ഒരു സിനിമയിലേക്കുള്ള വരവ്. ഒരുപാട് ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞു ഇതിനോടകം. എന്ത് തോന്നുന്നു ഇപ്പം വളയിലേക്ക് എത്തി നിൽക്കുമ്പോൾ? വളയിലോട്ട് എത്തി നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തതായിട്ടൊന്നും എനിക്കങ്ങനെ, എനിക്കിപ്പോഴും ഒരു ബിഗിനർ എന്നുള്ള തന്നെയാണുള്ളത്. ഞാൻ ഓരോ സിനിമ ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇനിയും ഞാൻ വർക്ക് ചെയ്യാനുണ്ട്, ഇനിയും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു കരിയറിൽ ഒരു തുടക്കം ശരിയാണ്, കുറെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിരുന്നു. പിന്നീട് കിട്ടിത്തുടങ്ങിയപ്പം ഗ്രാജുവലിയുള്ള ഗ്രോത്ത് ഉണ്ട്. അത് ആ ഗ്രോത്ത് ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് അത് ഇവിടെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല മലയാള ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു അത്രയും നമുക്ക് സിനിമയിൽ വരിക എന്നുള്ള പോലെ അല്ലല്ലോ ഇവിടെ നിൽക്കുക എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ നോക്കിക്കാണുന്നത് ഇപ്പോഴും ഇനിയും കഥാപാത്രങ്ങൾ വരാനുണ്ട് എന്നും ഞാൻ ഇനിയും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷെ ഐ എം വെരി ഹാപ്പി. ഒരു പുതിയൊരാള് വന്ന് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇത്രയും വർഷം കൊണ്ട് എനിക്ക് ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ ഞാൻ ഭയങ്കര സന്തോഷം. സിനിമ ഒരു പാഷനാവുന്നത് എങ്ങനെയാണ്? സിനിമ കണ്ട് ആ പാഷനിലേക്ക് എത്തുമായിരുന്നോ, അതോ പഠനകാലത്തൊക്കെ ഉള്ള എന്താ പറയാ അഭിനയം കൊണ്ടോ അല്ലെങ്കിൽ നാടകത്തിലൊക്കെ അഭിനയിച്ചിരുന്നു എന്ന് കേട്ടിട്ട് അങ്ങനെ വന്നൊരു പാഷനാണോ? സിനിമ ശരിക്കും കാണല് ഞാൻ വളരെ അടുത്താണ് തുടങ്ങിയത്. സിനിമ തിയേറ്ററിൽ പോക്ക്, അങ്ങനെ ഒന്നും വീട്ടിൽ തന്നെ തിയേറ്ററിൽ പോവുക, വീട്ടില് നമ്മൾ TV അങ്ങനെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ട് എങ്ങനെയോ ഞാൻ 5th സ്റ്റാൻഡേർഡ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നാടകങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു 5ാം ക്ലാസ് മുതൽ. 5th തുടങ്ങി, അങ്ങനെ പിന്നെ അത് കോളേജ് വരെ എത്തി. അതിലിടയിൽ പ്രൈസ് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന നമുക്കൊരു എനർജി ഉണ്ടാവുമല്ലോ. നമുക്കൊരു പ്രൈസ് കിട്ടുമ്പോൾ ഓക്കെ അടുത്ത വർഷം കൂടി. ശരിക്കും അതങ്ങനെ കൂടി അതൊരു ഷോർട്ട് ഫിലിമിലെത്തി.
ആ ആഗ്രഹം ഷോർട്ട് ഫിലിം ഒന്ന് പിന്നെ നോക്കുമ്പോ അതിന്റെ മുകളിൽ സിനിമയാണ്. സിനിമയിലോട്ട് ഒരു നല്ല ഷോർട്ട് ഫിലിം അന്ന് വന്നിരുന്നു കിട്ടോ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു അത് 5 മില്യൺ അന്ന് ആ സമയത്ത് 2012 ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് അത് 5 മില്യന്റെ മേലെ വ്യൂ ഒക്കെ ആയിണ്ടായിരുന്നു. നമുക്കത് അറിയണ്ടായിരുന്നില്ല അങ്ങനെ വ്യൂ. പിന്നെ അതൊരു ഓഡിഷന് പോയപ്പോഴാണ്, പിന്നെ ഒരു സിനിമയുടെ ഓഡിഷന് പോയി, അപ്പൊ അവരത് കണ്ടിട്ടുണ്ടായി. അങ്ങനെയാണ് എനിക്ക് അങ്ങനെ സെലക്ഷൻ ഒക്കെ കിട്ടുന്നത്. അത് ശരി. ആദ്യ സിനിമയിലേക്കുള്ള അവസരം എങ്ങനെയായിരുന്നു? ശരിക്കും ഞാൻ ആദ്യ സിനിമ ചെയ്യുന്നത് ഈ പറയുന്ന നമ്മുടെ ഇപ്പൊ വളയുടെ റൈറ്റർ അർഷദ് ഡയറക്ട് ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു. അത് കുറെ മുന്നേ, ദായം 12 മുഹ്സിൻ പെരാരി ആയിരുന്നു അതിന്റെ ഡയലോഗ്സ്. അന്ന് എല്ലാരും ഇങ്ങനെ ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് റേസ് വഴിയാണ് ഞാൻ ആ സിനിമയിൽ എത്തുന്നത്. ആ സിനിമയിൽ അഭിനയിച്ചു, പക്ഷെ ആ സിനിമ റിലീസായില്ല. പിന്നെ നമുക്ക് മനസ്സിലായി, അന്ന് അത് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷകളായിരുന്നു, ഈ സിനിമ റിലീസായി കഴിഞ്ഞാൽ നമ്മള് എന്തൊക്കെയാവും. പക്ഷെ അത് റിലീസായില്ല. പിന്നെയും ഇങ്ങനെ കുറെ നടന്ന് അങ്ങനെ യാദൃശ്യം കുറെ ഓഡിഷൻസിന് പോകണം. അതിന്റെ ഇടയിൽ യാദൃശ്ചികമായി സപ്തമശ്രീ തസ്കര എന്ന് പറഞ്ഞ സിനിമ ഓഡിഷന് പോയപ്പോ അതിന്റെ അസോസിയേറ്റ് ഖാലിദ് റഹ്മാൻ ആയിരുന്നു. അപ്പൊ ഖാലിദ് റഹ്മാൻ അത് ഓഡിഷൻ ചെയ്യുമ്പോ അവൻ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായി കിട്ടോ എന്നുള്ള. അപ്പൊ അവൻ ചോദിച്ച കിട്ടോലുള്ള ആളല്ലേ, അങ്ങനെ ഫസ്റ്റ് സെലക്ഷൻ. പക്ഷെ ആ കഥാപാത്രം നന്നായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ലുക്മാൻ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തതും നല്ല കഥാപാത്രങ്ങളായിരുന്നു. സിനിമയിൽ നമ്മൾ ഓർത്തു വെക്കും. മറ്റേ സോപ്പ് വീട്ടിൽ ക്യാമറ വെക്കാൻ വരുന്നത് അങ്ങനെ കൂടുതൽ ഓർത്തു വെക്കാൻ. അതൊരു തമാശ ഉണ്ടാക്കിയ സീനായിരുന്നില്ല. അതെ അതെ. പക്ഷെ ഒരാളോട് പറയാനൊന്നും കുറച്ച് നമുക്ക് ടെൻഷനൊക്കെ ആയിരുന്നു. ഏത് ഒന്ന് സോപ്പ് വീട്ടിൽ ക്യാമറ ഒക്കെ കൊണ്ട് വരുന്ന ആള് എന്നൊക്കെ ആയിരുന്നു. പക്ഷെ സിനിമ മൊത്തത്തില് കാണുമ്പോ പിന്നെ ഉറപ്പായിട്ടും ആ കഥാപാത്രം അതില് പ്രധാനം തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. എന്നാലും ആദ്യ സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോ എന്ത് തോന്നി? കാരണം ഒരുപാട് കാലം മോഹം കൊണ്ട് നടന്ന് അതിന്റെ റിലീസും അതിന്റെ ഷൂട്ടും ഒക്കെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ആദ്യ സിനിമ എനിക്ക് തോന്നുന്നു ആകെ 2 ഷോട്ടോ 3 ഷോട്ടോ ഉള്ളൂ. പക്ഷെ 3 ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളതിലെ ഹീറോ പോലെയാണ്. അതായത് ഞാൻ പറഞ്ഞിട്ടത്, നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോ നമുക്ക് ടെൻഷനാണ്, ഈ പടം വിറ്റടിക്കൂലേ, നമ്മള് മുടക്കുമുതൽ കിട്ടൂലെന്നൊക്കെ. അത്ര ആളുകൾക്കൊക്കെ ഇത് ഇഷ്ടമാവില്ല. നമ്മളെ ആളുകളൊക്കെ നോക്കും, എല്ലാവരും എൻജോയ് ഉണ്ടല്ലോ അല്ലെ. പുറത്തിറങ്ങി എന്റെ സീൻ കഴിഞ്ഞിട്ടുണ്ടാവും, ആകെ ടപ്പ് വെച്ചിട്ട് പോവാ. ശ്രദ്ധേയമായ കഥാപാത്രമായിരിക്കും, ശ്രദ്ധിച്ചിരിക്കണം എന്നാലേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളത് നമ്മുടെ സിനിമ പോലെ ഇപ്പൊ നാട്ടിലൊക്കെ ചെന്നാൽ എല്ലാവരും ചോദിക്കും, പൃഥ്വിരാജിന്റെ സിനിമ അഭിനയിച്ചില്ലേ, പൃഥ്വിരാജ് എങ്ങനെയാടാ? പൃഥ്വിരാജ് നേരിട്ട് കണ്ടിട്ടും കൂടെ ഇല്ല, കാരണം കോമ്പിനേഷൻ ഇല്ല. മാത്രല്ല നമ്മളൊരു അത്രയും ചെറിയൊരു സ്ഥലത്തല്ല വന്നത്. അപ്പൊ പക്ഷെ നമുക്കത് നമ്മുടെ സിനിമ പോലെയാണ്. അത് നമുക്കൊരു ചാൻസ് കിട്ടി സിനിമ അത് ഇട്ടടിക്കണം, അതിന്റെ ടെൻഷൻ, രാത്രി ഉറക്കമൊക്കെ കളഞ്ഞിട്ടൊക്കെ. പ്രൊഡ്യൂസർക്ക് ഉണ്ടാവില്ല ഇത്ര ടെൻഷൻ, ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അത് അപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് ഇതിനോട് ഭയങ്കരമായ ഇഷ്ടമുണ്ട് എന്നുള്ളത്. ശരിക്കും അങ്ങനെ ഒരു ഗ്രാജുവലി ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് തന്നെ ഗ്രാജുവലി ഇങ്ങനെ തിരിച്ചറിയായിരുന്നു, ഇതാണ് എന്റെ പാഷൻ. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ സിനിമ കണ്ടിട്ട് സിനിമ അഭിനയിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനൊന്നല്ല. ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്തോറും ഇങ്ങനെ മനസ്സിലാവുന്ന, ഓക്കെ ഇതാണ് ഇപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നത്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നത് ഈ കാര്യത്തിലാണ്, സിനിമയുടെ കാര്യത്തിലാണ് എന്നുള്ള ഒരു ബോധ്യം വരുന്നതാണ്. അത് കഴിഞ്ഞ ഉടനെ പിന്നീട് അവസരങ്ങൾ വന്നു തുടങ്ങിയോ, അല്ലെങ്കിൽ പിന്നെയും ഇങ്ങനെ നിരന്തരം ഓഡിഷൻസിന് പോയിക്കൊണ്ടേയിരുന്നു? പിന്നെ ഓഡിഷൻസും ഡയറക്ടേഴ്സിനെ കാണലും. പിന്നെ അപ്പൊ നമുക്ക് ഇത് കാണിക്കാൻ 2-3 കാര്യങ്ങളായി. കിട്ടുമായി, സപ്തമശ്രീ തസ്കര അഭിനയിച്ചിട്ടുണ്ടെന്നായി. അപ്പൊ നമ്മുടെ കൂടെ ഓഡിഷന് വരുന്നവരൊക്കെ ഓരോരുത്തരുടെ കയ്യിൽ ഓരോന്നുണ്ടാവും. ഒരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്, എടാ എനിക്ക് സിനിമ കിട്ടിയിട്ടില്ല, എനിക്ക് സിനിമ ആവണം. ഞാൻ 3 സിനിമ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഞാൻ 3 ക്ലിപ്പ് ഉണ്ടാവും, ചെറിയൊരു 10 സെക്കൻഡിന്റെ ക്ലിപ്പ്, 10 സെക്കൻഡ്. അപ്പോ അതൊക്കെ നമ്മൾ ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോ നമുക്ക് ഉണ്ടാവുമല്ലോ, ഒരു PGയുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതുപോലെ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ്സ് ആണ് അതൊക്കെ ഡയറക്ടേഴ്സിനെ കാണിക്കുന്നത്. ഈ സിനിമയിൽ ഇത്. അപ്പൊ അതും വെച്ചിട്ട് കുറെ ഡയറക്ടേഴ്സിനെ കാണാൻ പോയി, കുറെ സ്ഥലത്ത് നടന്ന് വെച്ച്. പിന്നെ ഒരു സിനിമ, പിന്നെ സ്റ്റൈൽ, പിന്നെന്താ അങ്ങനെ ചെറിയ സിനിമ, ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തു. പുള്ളിയും തെറ്റി. ഞാൻ എന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ എന്റെ സർട്ടിഫിക്കറ്റ്സ് ഇങ്ങനെ കൂട്ടി കൊടുത്തു കാണിക്കാൻ. അങ്ങനെ കൂട്ടി കേൾട്ടൺ 10 വരുന്നു, മുഹ്സിൻ പെരാരിയുടെ. അത് ഞാൻ അപ്പോഴും വിചാരിക്കുമ്പോ നമ്മൾ അത്രയും സ്റ്റേജിലാണ് വരുന്നത്. നമ്മൾ ഇതൊക്കെ നിർത്തി പോവാം എന്നുള്ളൊരു പ്ലാനിലോട്ട് എത്തി. എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വേറെ ജോലി പരിപാടികളിൽ നോക്കാം, പുറത്തു പോവാം എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കേൾട്ടൺ 10 വരുന്നത്. അങ്ങനെ കേൾട്ടൺ 10 വന്നപ്പോ വിചാരിച്ചു കേൾട്ടൺ 10ന് ശേഷം
കംപ്ലീറ്റ് സിനിമകളായിരിക്കും. അതും കഴിഞ്ഞ ആ പടം അത്യാവശ്യം നന്നായി വന്നു. പക്ഷെ വീണ്ടും എന്താ വെച്ചാൽ സിനിമയ്ക്ക് ഒരിക്കലും സ്ട്രഗിളിലും നമ്മൾ ഈ അന്വേഷണം അവസാനിക്കുന്നില്ല. ഇന്നും ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ആ ഡയറക്ടർ ആ ഡയറക്ടർ ഒന്ന് വിളിച്ചോണം, ആ ഡയറക്ടർ പരിപാടി പിടിക്കണം, അത് പിടിക്കണം, ഇത് നന്നാവണം, ഇനി ഇറങ്ങാനുള്ളത് നന്നാവണം. നമുക്ക് എപ്പോഴും ഇതിന്റെ സ്ട്രഗിൾ ഇങ്ങനെ നിൽക്കില്ല എന്നുള്ളതാണ്. അത്രയും മത്സരം കൂടിയാണല്ലോ, അത്രയും ആളുകൾ പുതിയ ആളുകൾ വരുന്നു, അത്രയും താരങ്ങള് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവരോടാണല്ലോ നമ്മൾ മത്സരിക്കുന്നത്. അതെ, മത്സരത്തിനപ്പുറം ഇതെന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത്. അതായത് ഇതിപ്പോ നമുക്ക് തോന്നാണ്, നമുക്കിത് നമ്മളെ ഒന്നുകൂടിയും മെല്ലെ മെല്ലെ നമ്മുടെ കരിയർ നന്നായി ഉയർത്തണം, നമ്മുടെ ആക്ടിങ് സ്കില്ല് നന്നാക്കണം, ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നല് എന്ന് നിൽക്കുന്നു. നമ്മൾ പെർഫെക്റ്റ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർന്ന് പിന്നെ അത് അവിടെ വെച്ച് നിർത്താന്നുള്ളതാണ്. പക്ഷെ നമുക്കിത് ഒരിക്കലും അങ്ങനെ ഈ കലക്ക് ആർട്ടിന് അങ്ങനെ ഒരു സാധനം ഉണ്ട്, അങ്ങനെ ഒരു പോയിന്റ് ഇല്ലല്ലോ, ഒരു സക്സസ് പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇല്ല. വീണ്ടും അവിടുന്ന് പിന്നെ മുന്നോട്ട് പോകാനുണ്ട്. കേരള പോലീസിന്റെ കുറ്റാന്വേഷണ രീതികളും കുറ്റവാളികളെ ഫ്രെയിം ചെയ്ത രീതിയും വളരെ നന്നായി ആവിഷ്കരിച്ച സിനിമയായിരുന്നു ഓപ്പറേഷൻ ജാവ. എനിക്ക് ലുക്മാൻ ചെയ്ത ക്യാരക്ടർ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. വിനയദാസൻ. അതെ, ആ സിനിമ ശരിക്കും എന്റെ ഒരു കറക്റ്റ് സമയത്ത് വന്ന ഭാഗ്യാണ്. ആ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ലോട്ടറിയാണ് ശരിക്കും. ഞാൻ ഇതുപോലെ തന്നെ അതിന്റെ മുന്നേ ലോട്ടറി അടിച്ചു നിൽക്കുക. ഉണ്ട കഴിഞ്ഞിട്ട് ഇനി എന്ത് ഉണ്ട കഴിഞ്ഞപ്പോ നമുക്ക് മമ്മൂക്ക പടം, അത്യാവശ്യം നല്ല ക്യാരക്ടർ ത്രൂ ഔട്ട് പരിപാടി, ഇനി ശ്രദ്ധിച്ച് സിനിമ പിടിക്കണം, എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനത്തെ ചർച്ചകളും ചിന്തകളും നടക്കാനുള്ളൂ. അപ്പോ യാദൃശികമായിട്ട് ഒരാൾ മോളിൽ നിന്ന് കണ്ടാണ് തരുൺമൂർത്തി എന്നെ അന്വേഷിച്ചിട്ട് എന്റെ നമ്പർ കിട്ടാൻ വേണ്ടിട്ട് നടക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ നേരിട്ട് കാണുന്നു. എടാ ഞാൻ ലുക്മാനല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ സിനിമ കണ്ടിരുന്നു എനിക്കിഷ്ടം. ഞാനൊരു സിനിമ ഓണാക്കാൻ നോക്കുന്നുണ്ട്, നീ ഒന്ന് കഥ കേൾക്കുമെന്ന് പറഞ്ഞിട്ട് യാദൃശികമായി ഞങ്ങൾ മോളിൽ ഇരുന്ന് കഥ പറയുന്നു. അവൻ വന്നത് വിത്ത് പ്രൊഡ്യൂസർ, വിത്ത് എല്ലാം, അവൻ്റെ മ്യൂസിക്, റെഫറൻസ് മ്യൂസിക് എല്ലാം വെച്ചിട്ടാണ് കഥ പറയുന്നത്. കഥ പറഞ്ഞു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ആ സിനിമ ഓണാവും ചെയ്തു. എന്റെ കുറച്ച് പേരൊക്കെ ആ കഥ കേട്ടിട്ട് എന്നോട്, എന്റെ അടുത്ത കുറച്ച് ആൾക്കാരൊക്കെ അത് ചെയ്യണോ, കുറച്ച് റിസ്ക് ആണ്, കുറച്ച് ടെക്നിക്കൽ പരിപാടികളൊക്കെ ഉണ്ട്, അത് ചിലപ്പോൾ കുറച്ച് ബ്ലണ്ടർ ആവാൻ സാധ്യത ഉണ്ട്, നമ്മുടെ ഫോണിന്റെ ലോക്ക് തുറക്കുന്ന അങ്ങനെ കുറെ പരിപാടികളുണ്ടല്ലോ. അപ്പോ പക്ഷെ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇവൻ വന്ന് കഥ പറഞ്ഞപ്പോ തരുണ്ട എനർജി, തരുണ്ട പാഷൻ പരിപാടിയൊക്കെ കണ്ടപ്പോ നമുക്ക് തോന്നിയ ഇത് എന്തായാലും ഇവന്റെ കൂടെ നിൽക്കാം, ഒരു എനർജി ഉള്ള ആളെ കൂടെ നിൽക്കാം ചിലപ്പോ. അങ്ങനെ സംഭവിച്ചൊരു സിനിമയായിരുന്നു അത്. പക്ഷെ ഭയങ്കര നല്ല രീതിയിൽ ഓടി. എല്ലാവരും ബാലു വർഗീസൻ, ബാലുവിനെ ഞാനായിരുന്നു തരുണിന് പരിചയപ്പെടുത്തുക. തരുൺ പറഞ്ഞ ഒരാളോട് വേണം നമുക്ക്, അന്ന് ബാലു ഒരു ലീഡിൽ പരിപാടിയിൽ തന്നെ ഒരാൾ വേണം, മെയിൻ ലീഡിൽ നമുക്ക് കുറച്ച് അറിയുന്ന ഒരാള്. എന്നെ അധികം ഞാൻ അങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല, ആൾക്കാർക്ക് അറിയണ്ടായില്ല. അപ്പൊ ഈ ബാലുവിനെ ഞാൻ തന്നെ വിളിക്കുന്നു. എനിക്കറിയായിരുന്നു ബാലുവിനെ. ബാലു ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്, നീ ഒന്ന് കേട്ടോ, നീ കൂടെ ഒക്കെ പറഞ്ഞ പരിപാടി നടക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവനും കേട്ടു, അവനും ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് സിനിമ ഓണാവുന്നത്. അതേപോലെ തന്നെ ഉണ്ടയിലെ കഥാപാത്രം അല്ലെ, ഒരു പോലീസ് വേഷം, ബിജുകുമാർ, ആ വേഷവും, പിന്നെ അതേപോലെ തന്നെ മമ്മൂട്ടിക്കൊപ്പം ഒരു സിനിമ എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെപ്പോഴും മലയാള സിനിമയുടെ ഉയരത്തിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണ് മമ്മൂട്ടിനെയും മോഹൻലാലിനെയും, പ്രത്യേകിച്ച് അതില് സിനിമയ്ക്കുള്ളിൽ നിൽക്കുന്നവർ. അത് അപ്പൊ അങ്ങനെ ഒരാളുടെ കൂടെ അഭിനയിച്ചൊരു, മോഹൻലാലിന്റെ കൂടെ ആറാട്ടിൽ ഇവരെ കൂടെ അഭിനയിക്കുമ്പോഴേ നമ്മൾ ശരിക്കും ഒരു സിനിമ നടൻ, സിനിമാക്കാരൻ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അംഗീകരിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക്. അതെ, അതാ ഞാൻ പറഞ്ഞത്. പൊതുവെ ആളുകൾ അങ്ങനെ ഒരു പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു ധാരണയാക്കി വെച്ചിട്ടുണ്ട്. അത് അവരുണ്ടാക്കിയെടുത്ത അതെ ഇത്രയും വർഷം കൊണ്ട്. അത് ഉണ്ടൊക്കെ എന്റെ ഫേവറേറ്റ് ക്യാരക്ടറിൽ ഒന്നാണ് ഉണ്ടൽ ബിജുകുമാർ. എന്നെ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞതും എന്റെ വഴി ഇതാണെന്ന് ഞാൻ തീരുമാനിക്കുന്നതും ഫൈനൽ പോയിന്റ് ശരിക്കും ഉണ്ടൽ ബിജുകുമാർ തന്നെയായിരുന്നു. അതായത് ഖാലിദ് റഹ്മാൻ നമ്മൾ എന്നെ ഫസ്റ്റ് ഓഡിഷൻ ചെയ്ത റഹ്മാൻ ഖാലിദ് ഡയറക്ട് ചെയ്യുന്ന രണ്ടാമത്തെ പടമായിരുന്നു അത്. ആദ്യത്തെ പടത്തിൽ ഞാൻ ഉണ്ടായില്ല, രണ്ടാമത്തെ പടമായിരുന്നു. അപ്പൊ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ സുഡാനി ഫ്രം നൈജീരിയ കഴിഞ്ഞ് നിൽക്കുക. അപ്പൊ കേൾട്ടം 10 കഴിഞ്ഞ് പിന്നെ കുറെ ഓട്ടത്തിന് ശേഷം സുഡാനി ഫ്രം നൈജീരിയ നടന്നു. അപ്പൊ അതൊന്നുകൂടി ഒന്നുകൂടി ഗുണം ചെയ്ത്. പിന്നെയാണ് ഉണ്ട റഹ്മാൻ ഒരു പരിപാടി ഉണ്ട്, നീ വൺ ഓഫ് ദ ലീഡാണ്, മമ്മൂക്കയാണ് മെയിൻ ലീഡ്. പിന്നെ കഥ കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലും എന്താ ചെയ്യേണ്ടെന്ന് അറിയണല്ലോ എന്ന് വെച്ച് കഥ കേൾക്കുന്നു. കഥ അവൻ ഇങ്ങനെ ഒരു ഏകദേശം കഥ ഒക്കെ പറയുന്നു, പിന്നെ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ പിന്നെ അവൻ തന്നെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്ത് അങ്ങനെ അതിലോട്ട് ഇന്നാക്കായിരുന്നു. പക്ഷെ എനിക്കത് ഭയങ്കര മമ്മൂക്കാടെ കൂടെ കോമ്പിനേഷൻ, വലിയ പരസ്പരം വലിയ ഡയലോഗുകൾ പറയുന്നു, ലെങ്തി ഡയലോഗ് മമ്മൂക്കാട് പറയുന്നു, ഇമോഷൻ സീൻ. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ശരിക്കും മമ്മൂക്കാനായിട്ടുള്ള സീനൊക്കെ കഴിഞ്ഞപ്പോൾ. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ ഞാൻ ഭയങ്കര എൻ്റെ ഞാൻ എന്തോ എവിടോ എത്തി, എന്തോ ചെയ്തു എന്നൊക്കെ ഉള്ളൊരു മനസ്സിനൊരു അത്ര ഒരു സംതൃപ്തി തന്നു. പിന്നെ അതിനോട് സെറ്റായി. ഉണ്ട കഴിഞ്ഞപ്പോ പ്രതീക്ഷിച്ചോ ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ എന്നെ തേടി എത്തും, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട് തന്നോ? അല്ല, പക്ഷെ അന്നൊന്നും അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല. ഇനി അടുത്ത ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ വരുമോ, ഇത് നന്നായി ചെയ്യാ, നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നമ്മള് ഇതെങ്ങനായിരിക്കും വരിക, എങ്ങനെയായിരിക്കും വരിക, ഉണ്ട് തിയേറ്ററിൽ വന്ന എന്തായിരിക്കും, ആളുകൾ എങ്ങനെയായിരിക്കും, അതിനെ എന്ത് തോന്നുന്നു തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോ? തിയേറ്ററിൽ കണ്ടപ്പോ എനിക്ക് ഭയങ്കര, ഞാൻ എല്ലാരും കൂടി ഒരു ക്രൂ ഉണ്ടായി, പക്ഷെ ഞാൻ മാത്രം മേലെ വേറെ സീറ്റിലായിരിക്കും പോയി, എല്ലാവരും തിരക്കായിട്ട്. ഞാൻ പടം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ റഹ്മാൻ എന്നോട് ചോദിച്ചു ഇങ്ങനെ, എന്താടാ സന്തോഷമായില്ലേന്ന് വെച്ച്. എന്തോന്ന് സന്തോഷമായി. എനിക്കിങ്ങനെ എന്താ പറയണ്ടെന്ന് അറിയാത്തൊരു മൊമെന്റ് ആയിരുന്നു എനിക്ക്. ഞാൻ എവിടെ എത്തി, ഞാൻ പെട്ടെന്ന് മമ്മൂക്കാടെ പടം, അതില് വലിയ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിപ്പോഴും ആലോചിക്കുമ്പോ ഭയങ്കര എക്സൈറ്റഡ്. അല്ലാതെ നമ്മളൊന്ന് അടുത്ത് ഇത് കഴിഞ്ഞാൽ എനിക്ക് കുറെ ക്യാരക്ടേഴ്സ് കിട്ടുമോ, ഞാൻ കുറെ സിനിമകൾ ചെയ്യുമോ, അതൊന്നും ആയിരുന്നില്ല. ആ സിനിമയായിരുന്നു അപ്പൊ നമുക്ക് മുഖ്യം. ആറാട്ട് ഇതുപോലെ തന്നെ, ആറാട്ടിന് ഇതുപോലല്ല. ആറാട്ട് എന്താന്ന് വെച്ചാൽ ആറാട്ടിനെ ഇങ്ങനെ അസോസിയേറ്റ് വിളിക്കുകയാണ്, ഇങ്ങനെ ലാലേട്ടൻ പടം, ബി ഉണ്ണികൃഷ്ണൻ സാർ ഡയറക്ട് ചെയ്യുന്ന പടം. കഥ ഒന്നും പരിപാടി ഒന്നും കേട്ടില്ല. എന്നോട് പറഞ്ഞ് അസോസിയേറ്റ് ചേട്ടൻ പറഞ്ഞ എടാ ഇത് ലാലേട്ടൻ പടമാണോ, നീ തരുവാ, അപ്പൊ നിനക്ക് നല്ലതാണ്. എന്നെ ആദ്യം മുതലേ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി മുതൽ അറിയുന്ന ഒരു അസോസിയേറ്റാണ്, ജയൻ ചേട്ടനാണ്. ജയൻ ചേട്ടൻ പറഞ്ഞു, നീ വാടാ, എന്തായാലും ചെയ്തോ, നിനക്ക് ഇതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല. ദോഷമൊക്കെ ഉണ്ടെങ്കിൽ പടം എന്തെങ്കിലും ബാധിക്കാനൊക്കെ ഏറ്റെടുക്കാൻ വേറെ വലിയ അവിടെ ആൾക്കാരുണ്ട്, ഗുണം കിട്ടിയ ഗുണം തന്നെ ആയിരിക്കും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ ലാലേട്ടൻ പടം, മമ്മൂക്ക പടം കഴിഞ്ഞ ഉടനെ ലാലേട്ടൻ പടത്തിന് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എക്സൈറ്റ്മെന്റ് ആണത് നേരിട്ട് പോയി ചെയ്യണേ. ഈ പറഞ്ഞ രണ്ടുപേരുടെയും കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണല്ലോ. അതെ, അല്ല അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളിപ്പോ അത്ര സീനിയർ ആയ സീനിയേഴ്സ് ആയ അത്രയും സീനിയർ ആയ രണ്ട് ആർട്ടിസ്റ്റുകളുടെ കൂടെ അവരെങ്ങനെ സിനിമയെ നോക്കി കാണുന്നു, അവരെങ്ങനെ ഒരു സീനിനെ നോക്കി കാണുന്നു, അവരെങ്ങനെയാണ് അവിടുത്തെ ഒരു ക്രൈസിസ് ഹാൻഡിൽ ചെയ്യുന്നത് ആസ് എ പേഴ്സൺ, അപ്പോൾ എല്ലാം നമുക്ക് കുറേ ദിവസം 40 ദിവസത്തോളൊക്കെ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്കെല്ലാം കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, കുറേ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിവുണ്ടാവും. സൗദി വെള്ളയ്ക്ക, പെരുമാനി, തല്ലുമാല, സുലേഖ മൻസിൽ എല്ലാത്തിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളായിരുന്നു. അപ്പൊ ഈ സിനിമയൊക്കെ എങ്ങനെയാണ്, ലുക്മാനെ തേടി വന്നതാണോ അല്ലെങ്കിൽ ഈ ഓഡിയേഷൻ വഴി അതിലേക്ക് എത്തുകയായിരുന്നോ? ഞാൻ അങ്ങനെ എടുത്ത് ചോദിക്കാൻ കാരണം എല്ലാ കഥാപാത്രങ്ങളും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളും കൂടി ആയിരുന്നത് കൊണ്ടാണ്. കാരണം അങ്ങനെ നമ്മള് ചൂസ് ചെയ്യുകയായിരുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, എന്റെ ഒരു ഭയങ്കര ഭാഗ്യത എന്റെ ചുറ്റുള്ള, ഞാൻ പലപ്പോഴും പറയുന്നത്, എന്റെ ചുറ്റുള്ള ഡയറക്ടേഴ്സ്, ഇപ്പോൾ റഹ്മാൻ ഈ പറഞ്ഞ റഹ്മാനാണെങ്കിലും, മോസിം ബരാരി ആണെങ്കിലും, അർഷദ് ആണെങ്കിലും, അഷ്റഫ് ആണെങ്കിലും, സുലൈഖ മൻസിന്റെ അഷ്റഫ് ആണെങ്കിലും, തരുൺ മൂർത്തി ആണെങ്കിലും, ഉല്ലാസാണ്, അഞ്ചക്കള്ളകൊക്കെ അഞ്ചത് ഉല്ലാസാണെങ്കിലും, എല്ലാവരും ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്ന പോലെ തന്നെ ആസ് എ ആക്ടർ, ആസ് എ ഒരു സിനിമ താരം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ വളർച്ച, എൻ്റെ കരിയർ എങ്ങനെ ആവണം, കരിയറിൽ ഇവന് ഇനി അടുത്തത് എന്താണ് കിട്ടേണ്ടത്, ഇവന് ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിയിട്ട് കൊടുക്കേണ്ടത്, അങ്ങനെ അവരും എന്നെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് എനിക്ക് വന്നു. ഇങ്ങനെയൊക്കെ ഭാഗ്യത്തിന് ചുറ്റും അതെങ്ങനെ ഉണ്ടായി, ഞാൻ ഉണ്ടാക്കിയെടുത്തതോ അല്ലെങ്കിൽ അങ്ങനെ മനഃപൂർവ്വം എനിക്ക് വളരെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതല്ല, അത് സ്വാഭാവികമായിട്ട് ഉണ്ടായി വന്നതാണ്. അവരിപ്പോഴും അതേ എനർജിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവനെ ഇനി അടുത്ത് നമുക്ക് ഇങ്ങനത്തെ പരിപാടി, ഇവരെന്നെ ചർച്ച ചെയ്യുന്നത് ഞാൻ കേൾക്കും, എനിക്ക് വേണ്ടിയിട്ട് ലുക്കിന് നമ്മൾ ഇനി കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കണം, ലുക്കിന് നെക്സ്റ്റ് ഇതാണ് വേണ്ടത്. അതൊരു ആക്ടറെയും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇമോഷണലി ആണെങ്കിലും എല്ലാ രീതിയിലും പേഴ്സണലി ആണെങ്കിലും, അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതില് ആ കിട്ടുന്ന ഇപ്പൊ ഈ പറഞ്ഞ മുഹാഷിനാണെങ്കിലും ഒക്കെ നമ്മുടെ ചുറ്റുള്ള എല്ലാ ഡയറക്ടേഴ്സും അതൊരു ആക്ടർ ഡയറക്ടർ ബന്ധമില്ലാത്ത വേറെന്തോ ഒരു കണക്ഷൻ അതിനകത്തുണ്ട്. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭാഗ്യമാണ്. അത് തന്നെയാണ് എൻ്റെ ഇത്രയും കറക്റ്റ് ഇങ്ങനെ ഗ്രാജുവലി വളർച്ചയുള്ള ക്യാരക്ടേഴ്സ് കിട്ടാനും എന്നെ ഇങ്ങനെ ആസ് എൻ ആക്ടർ വളർത്തിക്കൊണ്ടുവരാനും ഇവര് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇവര് ഭയങ്കരമായിട്ട് എന്നെ പോലെ തന്നെ എന്നെക്കാളേറെ അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതെ, എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഇവരൊക്കെ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ വേറൊരു തലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരൊന്നും ഈ ഒരു താരപരിവേഷമുള്ള സിനിമകളായിരിക്കണം എന്നുള്ളതിനപ്പുറത്തേക്ക് അല്ലെ, നല്ല കഥകൾ കൊണ്ടുവരുന്നു,
അതിനെ എങ്ങനെ നല്ല രീതിയിൽ ആവിഷ്കരിക്കാം, അത്തരം കുറച്ച് സംവിധായകരുടെ കൂടെയാണ് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. വലിയ ഭാഗ്യം തന്നെയാണ്. അത് ഒരിക്കലും അങ്ങനെ ഒരു നിർബന്ധപൂർവ്വം ഉണ്ടായതല്ല, വന്നുണ്ടായതാണ്. അതൊരു ഭാഗ്യം തന്നെയാണ്. അതെങ്ങനെയോ ഞങ്ങളൊക്കെ തമ്മിൽ കണക്ട് ആവുന്ന, അതിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവാൻ കണക്ട് ആവാൻ, അങ്ങനെ എന്തോ ഒരു ഫാക്ടറിലൊക്കെ ഇങ്ങനെ കണക്ട് ആയി വന്നതാണ്. ഇപ്പൊ സിനിമയിൽ ഇപ്പം പറയുന്നുണ്ടല്ലോ, അതായത് അങ്ങനെ ഒരു സൗഹൃദ ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് ആണ് ലുക്മാന് അവസരങ്ങൾ കിട്ടിയത്. അതിനപ്പുറത്തേക്കുള്ള അവസരങ്ങളുടെ സാധ്യത എങ്ങനെയാണ്? സിനിമ എപ്പോഴും ഒരു കൂട്ടമായ ഒരു കലയാണല്ലോ. ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതോ ഒന്നുമല്ല. ഇപ്പൊ ഡയറക്ടർ എന്നുള്ളൊരു കറക്റ്റ് ഒരു നേതാവ്, ഒരു കിങ് ഉണ്ടെങ്കിലും പക്ഷെ അവിടെ അത്രയും ആൾക്ക് അത്രയും സപ്പോർട്ട് എന്തായാലും വേണ്ടി വരും ആളുകളിൽ. സ്വാഭാവികമായിട്ട് കൂട്ടത്തിൽ നിന്ന് സൗഹൃദത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണെങ്കിൽ പോലും ഇത് സൗഹൃദത്തിൽ നിന്ന് മാത്രം ഒരു സിനിമയോ ഒരു വ്യക്തിയോ ഒരു ആക്ടറോ അല്ലെങ്കിൽ ഒരു ചാൻസോ ഈ പറയപ്പെടുന്ന ചാൻസോ ഒന്നും ഉണ്ടാവില്ല. സൗഹൃദം ഒരു ഫാക്ടർ മാത്രമാണ്, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഫാക്ടർ മാത്രമാണ്. ഇതിന്റെ ബേസിക്കലി ഓരോരുത്തരുടെ വ്യക്തിപരമായ അതിനു വേണ്ടിയിട്ടുള്ള പാഷനും, ഒരു പാഷൻ ഇല്ലാത്ത ആളെ എങ്ങനെ സൗഹൃദം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഇനി ഈ ഒരു ഫീൽഡ് അല്ലാത്ത ഒരാളെ നമ്മൾ എത്ര ഫോഴ്സ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പോൾ അത് ഓരോ പേഴ്സൺ ഡിപ്പെൻസ്, ഓരോരുത്തരുടെ വ്യക്തികളുടെ പാഷനും അയാളുടെ ഹാർഡ് വർക്കും അയാളുടെ അതിനോടുള്ള ആഗ്രഹവും എല്ലാമാണ് അത് പുറത്തുനിന്നാണെങ്കിലും അകത്തുനിന്നാണെങ്കിലും ആവുന്നത്. ഞാൻ ഇവരൊന്നും ആരും നേരത്തെ ആയിരുന്നില്ല. ഞാൻ എൻ്റെ യാത്രയിൽ കുറെ വർഷങ്ങളെടുത്തുള്ള 8 വർഷത്തോളം 10 വർഷത്തോളമുള്ള എല്ലാം കളഞ്ഞ് സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഡെയിലി കണ്ടുമുട്ടിയ ആളുകളാണ് അതൊക്കെ. അവരും അതുപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. അപ്പോൾ പിന്നെ ഒരു സമയത്ത് അവരും സിനിമകൾ ചെയ്യലൊടുങ്ങി. അപ്പോൾ ഒപ്പം ഓടുന്നവരെ ഒപ്പം നിർത്തി. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു ടീമാണത്. തല്ലുമാലയിലെ ജംഷി. അതെ, ജംഷിയാണ് എന്നെ ചെറിയ കുട്ടികളോട് എല്ലാരും ജംഷി എന്നാ പറയാ. അത് ഭയങ്കര, എവിടെ പോയാലും ജംഷി പിന്നെ അങ്ങനെ ജംഷി എന്നുള്ള പേര് വെച്ച് വിളിക്കുന്നവരെന്നെ ഉണ്ട് ഇഷ്ടം പോലെ. പ്രോഗ്രാമിനൊക്കെ പോയാലൊക്കെ ഉണ്ടാവും, ഈ നമ്മൾ പ്രൊമോഷനും ഒക്കെ പോയാലും എല്ലാവരും ജംഷി എന്നൊക്കെ. അപ്പൊ കമന്റ്സിലാണെങ്കിലും എല്ലായിടത്തും അത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭാഗ്യമാണ്. ഇപ്പൊ എല്ലാവരും കുട്ടികൾ വരെ തിരിച്ചറിയാം ആ ക്യാരക്ടർ. എനിക്കൊന്നും അറിയണ്ടായില്ല ചെയ്യുമ്പോൾ അങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ആയിരിക്കും ഒന്നും അറിയണ്ടായിരുന്നില്ല. അതൊക്കെ അതിന്റെ മേക്കേഴ്സിന്റെ ശരിക്കും ബ്രില്യൻസ് തന്നെയാണ്. മോഹസിൻ ബരാരി എഴുതുന്നു, റഹ്മാൻ ഖാലിദ് ഡയറക്ട് ചെയ്യുന്നു. അപ്പൊ അവരാണത് ഉണ്ടാക്കിയെടുത്തത്. നമ്മൾ അവർ പറയണ പോലെ ടൂളായിട്ട് ഇങ്ങനെ നിന്നുള്ളൂ. പക്ഷെ അതെല്ലാം ആസ്വദിക്കുന്നത് നമ്മളാണ്, ആക്ടേഴ്സാണ്. അവരെടുത്ത പണിക്ക് ആസ്വദിക്കണം നമ്മളാന്നുള്ളൂ. ഒരു സിനിമ വരുമ്പോ അതിലെ കഥ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, പിന്നെ കഥാപാത്രം അങ്ങനെ വരുമ്പോ ഇപ്പൊ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഒരു കാലത്തൂടിയാണല്ലോ നമ്മൾ പോകുന്നത്. എങ്ങനെയാണ് അതൊക്കെ ശ്രദ്ധിക്കോ? അതിനകത്ത് പറയുന്ന ഡയലോഗുകള്, അത് അല്ലെങ്കിൽ കഥാപാശ്ചാത്തലം, അത്രയും പ്രിവിലേജ് ഉള്ള ഒരാളാണെന്ന് കരുതുന്നില്ല, എന്നാലും ചോദിക്കാണ്, ചെറിയ രീതിയിലെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോന്ന് വെച്ചാല്, ഞാൻ എപ്പോഴും ഒരു ആക്ടറിന് ഒരു പരിധി ഉണ്ടായിരിക്കും. അതിന്റെ മേക്കേഴ്സിനായിരിക്കും, റൈറ്ററും ഡയറക്ടറിനായിരിക്കും അത് കൂടുതൽ. ആ സിനിമ ശരിക്കും ഡയറക്ടറുടെ സിനിമയാണല്ലോ. അപ്പൊ ഇന്നാളെ സിനിമ എന്നാലും പറയാം. ഇപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയല്ലോ, ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. അതിന്റെ മേക്കേഴ്സിന്റെ സിനിമ അവരാണ്. ആക്ടേഴ്സ് വെറും ടൂൾസ് മാത്രമാണ്. പക്ഷെ എന്നാലും നമ്മളെപ്പോഴും പലപ്പോഴും നമുക്ക് എവിഡന്റ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ കണ്ടെത്താത്തത് പലതും ആ സിനിമ ടോട്ടലി വരുമ്പോഴായിരിക്കും നമുക്കതിന്റെ പലതും അറിയാം. അതൊക്കെ അതിന്റെ മേക്കേഴ്സിന്റെ കയ്യിലുള്ള അവര് പൊളിറ്റിക്സും സിനിമയിൽ ഉറപ്പായിട്ട് സിനിമയിൽ കൂടെ പൊളിറ്റിക്സ് പറയുന്നുണ്ട്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വെറും രാഷ്ട്രീയം പറയാന്നുള്ളതല്ല, മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ളൊരു ഏരിയ കൂടി തന്നെയാണ് സിനിമ. അതൊരു കല, അങ്ങനത്തെ കല തന്നെയാണ്. അത് നല്ല രീതിയിൽ സംസാരിക്കുന്ന സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഈ ഇത്രയും പൊളിറ്റിക്സ് ഒക്കെ ശ്രദ്ധിക്കുന്ന വേറെ ആളുകളെ വേദനിപ്പിക്കാത്ത തരത്തിൽ, ഒരു വിഭാഗക്കാരെ വേദനിപ്പിക്കാത്ത തരത്തിൽ സിനിമ ചെയ്യുന്ന, അവർക്ക് ശ്രദ്ധിച്ച് സിനിമ ചെയ്യുന്ന ഡയറക്ടേഴ്സിന്റെ കൂടെ തന്നെ ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളൂ. അതൊരു ഭാഗ്യം തന്നെ. അതുകൊണ്ട് പിന്നെ ആ ചോദ്യങ്ങൾ എനിക്ക് അങ്ങനെ ഏൽക്കേണ്ടി വരില്ല. അങ്ങനെ വല്ലതും ഉണ്ടായി അവരെ ഏറ്റെടുത്തോളൂ, അവര് അതിനെ സംസാരിച്ചോളൂ. കാരണം അവരത് ശ്രദ്ധിക്കുന്നുണ്ട്, അത്രയും കാര്യം ശ്രദ്ധിക്കുന്നവരാണ് ഈ പറയപ്പെട്ട ഡയറക്ടേഴ്സ് എല്ലാം. ഇപ്പൊ ഈ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നേ കുറെ ഒരുക്കങ്ങൾ നടത്തുമോ, അതോ അവിടെ എത്തിക്കഴിഞ്ഞ് സംവിധായകൻ പറയുന്ന രീതിക്ക് അനുസരിച്ച് അങ്ങനെ അങ്ങ് ചെയ്തു പോവുകയാണോ?
കാരണം പലതും നമ്മൾ ജീവിതത്തിൽ നമുക്ക് പരിചയമുള്ളവരായിരിക്കില്ല, കണ്ടുപരിചയമൊക്കെ ഉണ്ടെങ്കിൽ പോലും. അല്ല, ഇപ്പോഴൊക്കെ നമ്മളങ്ങനെ നമ്മുടെ ഉള്ളിൽ നേരത്തെ തന്നെ അതിനോടായിട്ടുള്ള ഒരു വർക്ക് നടക്കുന്നുണ്ടാവും. അതിങ്ങനെ നമ്മൾ അതിനുവേണ്ടി ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യല്ല. നമ്മൾ ആ കഥ കേട്ട് ഇഷ്ടമായി, അടുത്ത മീറ്റിങ്ങിൽ ഇരുന്ന് നമ്മൾ വീണ്ടും ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് കേട്ട്, ഡീറ്റെയിൽ ക്യാരക്ടർ ഡീറ്റെയിൽ കേട്ട്, ഷൂട്ടിംഗ് ഐഡിയ കേട്ട്, അത്രയും സ്റ്റെപ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ നമ്മൾ ആ ക്യാരക്ടറിന്റെ പേര്, ആ ക്യാരക്ടറിന്റെ പരിപാടികൾ, ആ ക്യാരക്ടറിന്റെ സ്വഭാവങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ അറിയാതെ സംഭവിക്കുന്നുണ്ടാവും. അതിങ്ങനെ ഇങ്ങനെ ഇരുന്നിങ്ങനെ സെറ്റ് ചെയ്യണമെന്നല്ല, അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കാരണം ഞാൻ തന്നെ അറിയാതെ ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും ഞാൻ അതിനെ കുറിച്ചിട്ട് അടുത്ത് ചെയ്യാനുള്ളതാണ്, അവിടെ അയാൾക്ക് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളത്, അയാൾ എങ്ങനെ ആയിരിക്കും, അങ്ങനെ ഞാൻ അറിയാതെ ചിന്തിക്കുന്നുണ്ട്. തോന്നുന്നു അതന്നെയാണ് അതിന്റെ ഒരു ഹോംവർക്ക് എന്ന് പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഡയറക്ടേഴ്സ് തരുന്ന ഇൻസ്ട്രക്ഷൻസ്, അവര് ഇന്നത് വായിച്ചു നോക്ക്, ഇന്ന പടം കണ്ടോക്ക്, ഇന്ന ക്യാരക്ടറിനെ നോക്കി നോക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഇവനൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, അവൻ്റെ ഒരു പരിപാടി കണ്ടില്ലേ, അങ്ങനത്തെ ഒക്കെ ഐഡിയാസ് ഒക്കെ എന്നെ പറഞ്ഞു തരും. അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്നും എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അത് എല്ലാം മിക്സ് ആക്കിയിട്ടൊരു ഐഡിയ ചെയ്യാൻ ശ്രമിക്കും. സിനിമകൾ അങ്ങനെ ഒരുപാട് കാണാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും സിനിമയിലേക്ക് എത്തിയ ശേഷം നിരന്തരം സിനിമകൾ കാണുകയും കഥാപാത്രങ്ങളെ നിരീക്ഷിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട കഥാപാത്രങ്ങളും ചിലപ്പോൾ അഭിനേതാക്കളും? അങ്ങനെ ഇന്നാള് അങ്ങനെയൊന്നുമില്ല. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ തിയേറ്ററിൽ തന്നെ പോയി തുടങ്ങിയത് വളരെ ലേറ്റ് ആയിട്ടാണ്. പിന്നെ ഞാൻ പുറത്തെ സിനിമകൾ കണ്ടു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. വളരെ കുറച്ച് വർഷങ്ങൾ. ഈ നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ സിനിമകൾ കാണുന്നു. അപ്പൊ അതൊക്കെ ഞാൻ പിന്നെ ഓരോ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കണ്ടു തുടങ്ങിയത്. അതുകൊണ്ട് സിനിമയുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു കണ്ടുബന്ധം, സിനിമകൾ കുറെ കണ്ടുബന്ധം, നമ്മൾ ഇന്നയാളുടെ സിനിമ, ഇയാളുടെ സിനിമ, മറ്റാളുടെ സിനിമ, അങ്ങനെ പറഞ്ഞ് സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യാനോ അങ്ങനെ വിശദീകരിക്കാൻ അറിയുന്ന ഒരാളും പോലും അല്ല ഞാൻ പറഞ്ഞില്ല. അതായത് എൻ്റെ ഒരു യാത്ര അങ്ങനത്തെ ഒരു ട്രാവലാണ്. പിന്നെ എനിക്ക് തോന്നി കാണുന്ന സിനിമകളും, പിന്നെ IFFK എനിക്ക് തോന്നുന്നു പിന്നെയും ഒരു 2-3 പ്രാവശ്യം പോയി, അവിടെ പോയിട്ടൊക്കെ അങ്ങനെ കാണാം. പിന്നെ എൻ്റെ ചുറ്റുള്ളവരും ഇങ്ങനെ പറയുമോ ഈ സിനിമ ഉണ്ടോ, അങ്ങനെയുള്ള ഒരു ബന്ധം എനിക്ക് സിനിമ ആയിട്ടുള്ളൂ. ഇനി സിനിമ മതി, ഇതിനെ പ്രൊഫഷൻ ആക്കാം എന്ന് അങ്ങനെ തോന്നിയോന്നറിയില്ല, തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഏത് ചിത്രമായിരുന്നു? ഉണ്ടയാണ് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം ഫൈനലി എടുത്തത്. അത്രയും വർഷം കഴിഞ്ഞിട്ടല്ല ഉണ്ട വരുന്നത്. 2012 കഴിഞ്ഞ് ഞാൻ കോളേജ് കഴിഞ്ഞിട്ടാണ് പിന്നെ 2017-16 ഉണ്ട വരുന്നത്. അതിനുശേഷമാണ് തീരുമാനിക്കുന്നത് ഇതിൽ എന്തായാലും മുന്നോട്ട് പോവാം. പിന്നെ എൻ്റെ ചുറ്റുള്ളവർ തന്ന കോൺഫിഡൻസിൽ ഞാൻ അങ്ങനെ തീരുമാനം എടുത്തു. പിന്നെ ഉണ്ട് കഴിഞ്ഞ് ജാവ വന്നു, തല്ലുമല, സുലൈഖ മനസ്സിൽ, അങ്ങനെ ഒക്കെ നല്ല രീതിയിൽ വന്ന സിനിമകളാണ് ഉണ്ടായത്. ഇപ്പൊ അവസാനം കൊറോണ ദവാനാണെങ്കിൽ എല്ലാം ആൾക്ക് ഇഷ്ടപ്പെട്ട വേറെ പല ജോണർ സിനിമകൾ ചെയ്യാൻ പറ്റി. അപ്പൊ പിന്നെ എനിക്ക് ഇനി ഇതിൽ തന്നെ മുന്നോട്ട് പോവാൻ ആളുകൾ വിളിക്കുന്നുണ്ട്. ഞാൻ എന്നെ കുറിച്ച് ഡൗട്ട് അടിച്ചാലും എന്റെ പുറത്തുള്ളവര് എന്നിൽ ഭയങ്കര കോൺഫിഡൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എന്നിൽ ഡൗട്ട് തന്നെയാണ്. എനിക്കിപ്പോഴും എന്നിൽ ഡൗട്ടുകളുണ്ട്, പല കാര്യത്തിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. അത് നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. നമ്മള് ഇത് കറക്റ്റാണ്. പക്ഷെ നമ്മൾ നോക്കി കാണുന്ന നമ്മുടെ ആളുകൾ, ചുറ്റുള്ള ആളുകൾ ഭയങ്കര കോൺഫിഡന്റ് ആണ് നമ്മളെ കുറിച്ച്. അവർ കോൺഫിഡന്റ് അത് ശരി, അപ്പൊ എന്നാ പറയണ്ട, ഞാൻ എന്തിനാ വെറുതെ, എന്നാ എന്റെ കുറവ് ഞാനായിട്ട് എന്തിനാ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ പോകും. അപ്പൊ കുറെ അങ്ങനെ ഉണ്ടാവും. പോയി നോക്കാം, പിന്നെ അങ്ങോട്ട് പോയി നോക്കുന്നതാണ്. അല്ലാതെ സിനിമ എന്ന തൊഴിലിടത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഒരു വിവേചനത്തിനെ കുറിച്ചും അനീതിനെ കുറിച്ചും ഒക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസാരിച്ചത്. ആ സമയത്ത് ആൺപെൺ വ്യത്യാസമില്ലാതെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന വിവേചനങ്ങളെ കുറിച്ചിട്ടും ഒരു ചർച്ചയുണ്ടായിരുന്നു. ഇപ്പം ലുക്മാന്റെ കരിയർ എന്ന് പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റിൽ തുടങ്ങി പിന്നീടാണ് പ്രധാന കഥാപാത്രങ്ങളിലേക്കൊക്കെ എത്തുന്നത്. ആ തുടക്കകാലം എങ്ങനെയായിരുന്നു? സിനിമ സെറ്റ് ഇത് ഇത്രയും ആളുകളുള്ള സ്ഥലമാണല്ലോ. ചില സ്ഥലത്തൊക്കെ 300ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകളും 500ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ സിനിമയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ 500 ഒരാളായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പ്രയോറിറ്റീസ് ഉണ്ടാവും. അത് അങ്ങനെ ഒരു തട്ടായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിലൊന്നും, കാരണം അതിൽ സിനിമക്കകത്ത് നമുക്ക് അതിലൊന്നും ചെയ്യാനോ പറയാനോ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഉള്ളത്. കാരണം അവിടെ സിനിമ നടക്കണമെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളില്ലാതെ സിനിമ നടക്കില്ല. എല്ലാ ഫാക്ടേഴ്സും ഉണ്ടെങ്കിൽ തന്നെ സിനിമ നടക്കുള്ളൂ. ഓരോ വ്യക്തികളനുസരിച്ചിട്ടാണ്. ഇപ്പൊ ചില വ്യക്തികളിൽ നിന്ന് നമുക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാവും, എന്നാൽ അതേ സെറ്റിൽ തന്നെ വേറെ വ്യക്തികളിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് എവിടെയാണെങ്കിലും, സിനിമ അല്ല ഏത് തൊഴിലിടാണെങ്കിലും ഒരു വ്യക്തിയുടെ ആ തൊഴിൽ മേഖലയെ കുറ്റം പറയാത്ത ഓരോ വ്യക്തികളിലാണ് അത്
നിൽക്കുന്നത്. ആ വ്യക്തികളുടെ പെരുമാറ്റങ്ങളിലും എല്ലാം ആണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ പറയുന്നത് അതിന്റെ സൗകര്യങ്ങളുടെ കാര്യത്തിലാണ് വ്യത്യാസങ്ങളുണ്ടാവും, ഉറപ്പായിട്ട് നന്നായിട്ടുണ്ടാവും. അതിലൊരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾക്കുള്ള സൗകര്യം അല്ല അതിലൊരു സപ്പോർട്ടിങ് ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കുണ്ടാവുക. അയാളെ സൗകര്യം അല്ല അതിന് തൊട്ട് താഴെയുള്ള ആൾക്കുണ്ടാവുക. അയാളെ സൗകര്യം അല്ല ഒരു അസിസ്റ്റന്റ് ഡയറക്ടർക്ക് ഉണ്ടാവുക. അത്രയും ഒരു അതിനേക്കാൾ അത്ര എല്ലാം ഉണ്ടാവുക ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ഉണ്ടാവുക. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറഞ്ഞ് ലോഡ്ജ്, ഇപ്പൊ ഞാൻ പറഞ്ഞ 5 സ്റ്റാറിൽ നിന്ന് അങ്ങനെ ഒരു ലോഡ്ജിൽ താമസിക്കുന്ന ആളുകള്, ലോഡ്ജ് മുറിയിൽ താമസിക്കുന്ന ആളുകൾ ഒറ്റ സിനിമയിൽ തന്നെ ഉണ്ടാവും. എല്ലാവർക്കും 5 സ്റ്റാർ കൊടുക്കാനും പറ്റില്ല. അതെ അതെ, സമ്മതിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഈ ഭക്ഷണം അല്ലാത്ത രീതിയിൽ അല്ലാത്തൊരു വിവേചനം ഇപ്പൊ ഉണ്ടായിരുന്നു സിനിമയിൽ, ഉറപ്പായിട്ടും ഉണ്ടായിരുന്ന വിവേചനം അനുഭവപ്പെട്ടവരുണ്ട്. പക്ഷെ ഇപ്പൊ അത് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വന്നതൊക്കെ അഭിനയിച്ച സിനിമകളിൽ ആ സാഹചര്യം കുറവായി തുടങ്ങി. ആളുകൾ ചർച്ച ചെയ്തു, ഇത് ആളുകൾ അതിനുവേണ്ടി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുമല്ലോ. അതെ, പിന്നെ ഈ അവരുടെ പ്രത്യേകതയും ഡയറക്ടേഴ്സും ഒക്കെ ഡയറക്ടേഴ്സ് എങ്ങനെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ പണ്ട് മുന്നൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഫുഡൊക്കെ ഭയങ്കര പല വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ ഒന്നല്ല. ഇപ്പൊ എല്ലാ പ്രൊഡ്യൂസേഴ്സും എല്ലാ ഡയറക്ടേഴ്സും അതൊക്കെ വളരെ എത്ര വലിയ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അവരൊക്കെ അത് ഭയങ്കര ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത്. അതായത് ഫുഡിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. പിന്നെ ആർക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത്. പിന്നെ പ്രൊഫഷൻ വൈസ് ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഓഫീസിൽ ഉണ്ടാവുന്ന പോലെ തന്നെ കാറ്റഗറീസ് ഉണ്ടായിരിക്കും. എല്ലാ ഓഫീസുകളും എല്ലാവർക്കും ഒരുപോലത്തെ ഫെസിലിറ്റീസ് ആയിരിക്കില്ല. അത് നമ്മള് ഓരോരുത്തരെ തന്നെ അങ്ങനെ നേടിയെടുത്ത് കിട്ടുന്നവരും അല്ലാത്തവരും, തോറ്റുപോയവരും ജയിച്ചവരും ഇപ്പോഴും തോറ്റുകൊണ്ടിരിക്കുന്നവരും ഇപ്പോഴും ചാൻസ് വെച്ച് കൊടുക്കുന്നവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ നമ്മളിങ്ങനെ മുന്നിൽ കാണും. നമ്മുടെ കൂടെ ഓഡിഷന് പോയവര്, നമ്മളോട് ഓഡിഷന് പോയിട്ട് മുന്നിൽ പോയവര്, പുറകിൽ പോയവര്, ഇപ്പോഴും ഓഡിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവര്, അവരൊക്കെ രൂപമാറ്റങ്ങള് ഇതൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണും. പക്ഷെ ചിലതൊക്കെ നമ്മള് ഹെൽപ്ലെസ് ആയിരിക്കും. നമുക്ക് ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടാവും. തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാവും. നമ്മളെവിടെ നിൽക്കുന്നതെന്നും നമുക്ക് കിട്ടിയത് എന്ത് ഭാഗ്യാണെന്നുള്ളതും നമ്മൾ എന്ത് ലക്ഷറിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും അത് കിട്ടാത്തവരും ഇതേ ആഗ്രഹവുമായി വന്നത് കിട്ടാത്തവരെ കാണുമ്പോൾ ഉണ്ടാവുന്നു. അപ്പൊ നമുക്ക് എത്ര ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ ഉള്ള കുറെ തിരിച്ചറിവുകൾ ഇത് നമ്മളിങ്ങനെ വർഷങ്ങളെടുത്താണെങ്കിലും അത് നമുക്ക് ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ നമ്മളിങ്ങനെ അറിയും, അത് തിരിച്ചറിയും. അത് പക്ഷെ വേറെ വഴിയില്ല. അത് നമ്മളിങ്ങനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണും. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇരുന്ന സമയത്തെ തോന്നിയിരുന്നോ ഇത്തരം കാര്യങ്ങൾ, വിവേചനങ്ങളൊക്കെ കാണുമ്പോൾ സിനിമ മതി, ഇനി വേറെന്തെങ്കിലും തൊഴിൽ നോക്കാം? എനിക്കപ്പോ തോന്നിയത് ഞാൻ കാണിച്ചില്ല, ഞാൻ അവരെ പോലെ അങ്ങനത്തെ വാശിയില്ലല്ലോ. അവിടെ ആ കസേരയിൽ പോയിരിക്കും, ഞാൻ മറ്റേ അവന്റെ ആ ചെയറിൽ പോയിരിക്കും, എനിക്ക് വേണ്ടി വേറെ ചെയർ വരും, നമ്മൾ അങ്ങനത്തെ വാശിയായിരുന്നു എനിക്ക്. അല്ലാതെ എനിക്കിപ്പോ ഒരാൾക്ക് കിട്ടണോണ്ടോ അല്ലെങ്കിൽ ഞാൻ മതി, എനിക്ക് നിർത്താം, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ആദ്യം തന്നെ എനിക്കെല്ലാം വേണമെന്ന് ഞാൻ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എടുക്കുന്ന പണിക്കുള്ള ഇതെനിക്ക് കിട്ടണം, അതാർക്കാലും കൊടുക്കണം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കസേര മാറി വന്നില്ലേ? കസേര മാറി. പക്ഷെ ഒരു കസേര കിട്ടാന്നുള്ളതിന്റെ അപ്പുറം അതൊരു സന്തോഷമാണ്, അച്ചീവ്മെന്റ് ആണ്. ആളുകളുടെ സംസാരത്തിന്റെ രീതി വരെ മാറും, സെറ്റില് നമ്മളോടുള്ള ട്രീറ്റ്മെന്റ് മാറും. അങ്ങനെ മറ്റേ ട്രീറ്റ് ചെയ്ത ആള് തന്നെ ഈ ട്രീറ്റ്മെന്റ് മാറിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ കാണും. അതെ. പ്രതിഫലം ഒക്കെ എങ്ങനെയായിരുന്നു തുടക്കകാലത്ത്? പ്രതിഫലം എന്ന് പറഞ്ഞത് ഒരു റോളായിരുന്നു, ഒരു ഡയലോഗായിരുന്നു പ്രതിഫലം. അതങ്ങനെയാണല്ലോ അല്ലെ സിനിമയിൽ. അത് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് സിനിമ, ടെലിവിഷൻ, ഈ പരസ്യം, അങ്ങനെയുള്ള കാര്യം. അതായത് ഒരു മുഖം നമ്മൾ കാണിക്കുന്ന ഫീൽഡിലൊക്കെ ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, ചെറിയൊരു റോള് ഒരു ഔദാര്യം പോലെയാണ്, അത് നിങ്ങൾക്ക് ഒരു അവസരം തരിക അല്ലെ അതിന്. പക്ഷെ അവർക്ക് അതിന് ആള് വേണമല്ലോ, അതവര് ചിന്തിക്കുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്, ഇപ്പം നമ്മുടെയൊക്കെ ഫീൽഡിലും ഒക്കെ കാണുന്ന ഒരു കാര്യമാണ്. അത് ഒരുപാട് കുട്ടികൾ പറയാറുണ്ട്, ഇപ്പോഴും അങ്ങനെ തുടരുന്നു എന്നുള്ളതാ. എന്താ അതിന്റെ ഒരു ചിന്ത എന്ന് മനസ്സിലാവും. നമ്മുടെ ആഗ്രഹത്തെ പാഷനെ ചൂഷണം ചെയ്യണം. അതെ അതെ. പിന്നെ ഒരു കണക്കിന് പിന്നെ അതിന്റെ മറ്റൊരു ആംഗിൾ ആലോചിക്കുമ്പോൾ നമുക്ക് അപ്പത്തെ പോയിന്റില് നമ്മുടെ മുഖം കാണിക്കുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹം വേണമെന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം കൂടിയാണ്. ആ ആഗ്രഹത്തിന് ചിലപ്പോ നമ്മള് നിന്ന് കൊടുക്കും, കുഴപ്പമില്ല, നമ്മുടെ മുഖം കാണുമല്ലോ. ഒപ്പം തന്നെ മറ്റൊരു ഇതും തരും, നമുക്ക് അടുത്ത പരിപാടിയില് നല്ലൊരു സാധനം പിടിക്കണ്ട, ഇതിലിപ്പോ ഒന്ന് ചെയ്താലും നമുക്ക് അടുത്തേക്ക് നല്ല പിടിക്കാം. നമ്മൾ വിചാരിക്കും ഓക്കെ അടുത്തേക്ക് നല്ല പിടിക്കാം.
അത് ജെന്യുവിനായി പറയുന്നവരുണ്ടാവും, വെറുതെ പറയുന്നവരുണ്ടാവും, ഇതിപ്പോ നടക്കാൻ വേണ്ടി പറയുന്നവരുണ്ടാവും. ഈ ആ രണ്ട് കാറ്റഗറി ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൽ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം പഠിക്കേണ്ട. ഫേക്ക് ആണോ ഇത് നമുക്ക് തരുന്ന ജെന്യുവിൻ ആണോ എന്നുള്ളതാണ്. ഇത്തരം ഫീൽഡുകളിൽ ആദ്യം പഠിക്കേണ്ട പോയിന്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ പേഴ്സണലി അത് തിരിച്ചറിയാനുള്ള ഒരു മൈൻഡ് ഉണ്ടല്ലോ, അത് നമുക്കുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് മുന്നോട്ട് പോകാൻ ഒന്നൊരു എളുപ്പമായിരിക്കും തോന്നിയിട്ടുണ്ട്. സിനിമ എന്ന തൊഴിലിടത്തില് ഇതുവരെ സംഭവിക്കാത്ത കുറെ മാറ്റങ്ങളും ചർച്ചകളും ഒക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, അസോസിയേഷൻ ഓഫ് മൂവി ആർട്ടിസ്റ്റിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ എത്തിയിരിക്കുന്നു. സിനിമയിൽ ഇതുവരെ സംഭവിക്കാത്തൊരു മാറ്റമാണ്. അതിന്റെ അത്തരം ചർച്ചകളുടെ ഒക്കെ ഭാഗമായിട്ടാണ് നമുക്കൊരു സിനിമ കോൺക്ലേവും ഒക്കെ നടന്നത്. എങ്ങനെയാണ് ഈ മാറ്റങ്ങളെ ഇപ്പം സിനിമയിൽ വന്നു തുടങ്ങി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളെന്ന നിലയിൽ കാണുന്നത്? അല്ല, ഈ മാറ്റങ്ങളൊക്കെ ഭയങ്കര പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത്. ഭയങ്കര പുതിയ മാറ്റമാണല്ലോ. ഈ നമ്മളങ്ങനെ കാണാത്ത, ഇതുവരെ മലയാളത്തിൽ സംഭവിക്കാത്ത, സിനിമയിൽ സംഭവിക്കാത്ത ഒരു മാറ്റമാണ്. അതിനെ ഭയങ്കര പ്രതീക്ഷയോടെ എന്തായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കി കാണുന്നത്. നന്നായി വരും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ്. പക്ഷെ പിന്നെ എല്ലാതിന്റെ അപ്പുറം മലയാള സിനിമയിലെ ഒരു സംഘടന എന്ന് പറയുന്നതും അതിന്റെ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നതും അത് ഭയങ്കര ഒരു ചെറിയൊരു കൂട്ടായ്മയും ഒരു ഭരണാധികാരികൾ എന്നൊന്നുമല്ല. ഇത് അതിനകത്തുള്ള ആളുകൾക്ക് ഉള്ള സഹായത്തിനും അവരുടെ പ്രശ്നങ്ങൾക്ക് ഒപ്പം നിൽക്കാനോ ഇനിയിപ്പോ അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ കുറെ സംഘടനകൾ പല മേഖലയിലുള്ള പോലത്തെ ഒരു സംഘടന മാത്രമാണ് അത്. അതൊരു രാഷ്ട്രീയപരമായിട്ടോ പൊളിറ്റിക്കലി അങ്ങനെ ഭയങ്കര ജനങ്ങളുമായിട്ട് സാധാ ജനങ്ങളുമായിട്ട് അടുപ്പത്തിൽ നിൽക്കുന്ന ഒരു അവരായിട്ട് ഡയറക്റ്റുള്ളൊരു ബന്ധമുള്ള ഒരു സംഘടന ഒന്നല്ല. അതിന് ശരിക്കും അത്രയും വാല്യൂ തന്നെ കണ്ടാൽ മതി എന്ന് തോന്നുന്നുണ്ട്. സാധാരണ ഭയങ്കര മറ്റേ ഇലക്ഷൻ പോലെ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കുള്ള അങ്ങനത്തെ ഇലക്ഷൻ പോലെ ഒന്നും കാണേണ്ട ഒരു ഇതല്ല. പിന്നെ സിനിമ എന്നുള്ളൊരു ലൈം ലൈറ്റ് തൊഴിലിടത്തിൽ വെച്ച് നോക്കുമ്പോൾ ആ സംഘടന പ്രാധാന്യം അങ്ങനെ വരുമ്പം ഇത്രയും കാലം ഇല്ലാത്തൊരു മാറ്റങ്ങളാണ്. ആ മാറ്റം ഭയങ്കര പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കിയാണ്. അത് ഇനി തുടങ്ങിയല്ലോ. ഇല്ലില്ല, അമ്മല് അംഗമായിട്ടില്ല. അതിന്റെ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും നേരത്തെ തന്നെ പറഞ്ഞു, ഇങ്ങനെ നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത്. ഇപ്പൊ പുതിയ പുതിയ ആളുകൾ വരുന്നു, ഉള്ളവർ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പം ഒരു പാഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനൊരു പ്രൊഫഷൻ ആക്കുമ്പോൾ എന്താണ് മുന്നോട്ട് കാണുന്നത്? സിനിമനെ പ്രൊഫഷൻ ആക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷണൽ മൈൻഡിൽ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല, അങ്ങനെ ചിന്തിക്കാറില്ല. ഞാനിപ്പോഴും ആ പാഷൻ തന്നെയാണ്, അതിന് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ആർട്ട്, ഈ ഒരു സിനിമ എന്നുള്ള ഇതിൽ എപ്പോഴും അത് തന്നെയാണ് നല്ലത് തോന്നുന്നുണ്ട്. മറ്റേ നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ പരിപാടിയിലോട്ട് പോകുമ്പോൾ എന്നെ കൊണ്ട് അത് അങ്ങനത്തെ ഒരു ലൈൻ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്കൊരു വരുമാനം കൂടെ വേണമല്ലോ. ഉറപ്പായിട്ടും ആ പാഷൻ വരുമ്പോ വരുമാനം സ്വാഭാവികമായിട്ട് വരുന്നുണ്ട്. ഞാൻ അതിൽ ഹാപ്പിയാണ്. ഞാൻ ജീവിക്കുന്നത് അതിൽ നിന്നാണ്. ആ രീതിയിലാണ് പോകുന്നത്. അപ്പോ ഞാൻ ആലോചിച്ചത് എൻ്റെ തുടക്കത്തിലുള്ള ഫയർ കളയാതെ ഉണ്ടാവുക, ഫയർ പോയിട്ട് ഞാൻ അതിനൊരു ജോലി മാത്രമായിട്ടല്ലാതെ കാണാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത്. അതിന്റെ ജോലി എന്നതിന്റെ ഉപരി ആ പാഷനിൽ തന്നെ ഫയറിൽ തന്നെ എത്ര കാലം നിൽക്കാൻ പറ്റുമോ അത്രയും ഫയറിൽ നിൽക്കാന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ പണമാണെങ്കിലും പവറാണെങ്കിലും മറ്റെന്ത് ഫെയിം ആണെങ്കിലും അതിനൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ അത് സ്വാഭാവികമായിട്ടും ആ പാഷന്റെ പിന്നാലെ വരും. അത് ഏത് ഇതിലാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. നമ്മളെപ്പോഴും പണം അതിന്ന് മാത്രം ചിന്തിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രഗിൾ എടുക്കേണ്ടി വരും, കൂടുതൽ പ്രഷർ, കൂടുതൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പുതിയ ആൾക്കാർ വരുന്നു, അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കും നമ്മൾ. അയ്യോ അയാൾ വരുന്നു, ഇയാൾ വരുന്നു, അയ്യോ അയാൾ കിട്ടിയല്ലോ, ഇയാൾ കിട്ടിയല്ലോ, കഴിഞ്ഞ് ഞാനത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ. ഞാൻ അതേ ഇല്ല. എൻ്റെ ആ ബേസിക് ആ ഫയർ കുറയുന്നുണ്ടോ, കുറഞ്ഞല്ല ഞാനത് കൂട്ടണം, കുറയുന്നുണ്ടോ കൂട്ടണം. അത് മാത്രമാണ് ഞാൻ എപ്പോഴും അങ്ങനെ നോക്കാറ്. ഇപ്പൊ സിനിമയിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് അലച്ചിലുകളൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അത്തരം പാഷനുമായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിന് പക്ഷെ ലുക്മാനെ സംബന്ധിച്ചിട്ട് അത് വെറുതെ ആയില്ല. ഇന്നിപ്പം കുറെ നല്ല കഥാപാത്രങ്ങളുമായിട്ട് സിനിമയിൽ തുടരാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അതുമായിട്ട് ഇപ്പോഴും ആ പാഷനുമായിട്ട് നടക്കുന്ന ആളുകളോട് പറയാനുള്ളത്? ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അല്ല, എനിക്ക് ഒന്നാമത്തെ ഞാൻ അങ്ങനെ
എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു കൊടുക്കാനോ അങ്ങനെ അത്തരം ഒരാളല്ല, അത്തരം ആയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു സ്വന്തം അനുഭവത്തിന് പ്രത്യേകിച്ച് ഒരു വഴി ഇല്ല. ഇപ്പൊ ഇങ്ങനെ പോയാൽ ഇങ്ങനെ എത്താം. സിനിമക്ക് പല വാതിലുകളാണ്. അത് ഏത് വഴി പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മള് ക്രിറ്റിസൈസ് ചെയ്ത് ഇടയ്ക്ക് നമ്മളോട് തന്നെ ചോദിച്ച് നമുക്ക് തന്നെയാണോ നമ്മൾ പോണത് കറക്റ്റാണോ, നമ്മൾക്ക് ഇതന്നെയാണോ വേണ്ടത്, ഇത് വെറും ഒരു എന്തോ കണ്ട് സിനിമ എന്നുള്ളൊരു ഇതിന്റെ പേര് മാത്രം പോണാണോ, അതോ നമ്മുടെ ഉള്ളിൽ ആഗ്രഹം കൊണ്ട് പോണാണോ എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം ചോദ്യം ചെയ്തിട്ട് വേണം ഇതിലോട്ട് ഇറങ്ങാൻ. ഇത് ഇറങ്ങിക്കഴിഞ്ഞത് ഒരു കടലാണല്ലോ, ഇതിങ്ങനെ എടുക്കണ് സമയങ്ങൾ നമ്മൾ ഒരുപാട് കൊടുക്കേണ്ടി വരും. അപ്പൊ ആ പാഷനും ആ പവറും ആ സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡും ഉള്ളിലുണ്ടെങ്കിൽ, ആ തീ, ഞാൻ നേരത്തെ പറഞ്ഞ തീ ഉണ്ടെങ്കിൽ ഒരു നാൾ അത് വരും. വിമർശനങ്ങളോട് എങ്ങനെയാണ്? പലപ്പോഴും പല കഥാപാത്രങ്ങളും ചെയ്തു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ പല രീതിയിലുള്ള വിമർശനങ്ങൾ വരും. വിമർശനങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ, പക്ഷെ എനിക്കൂടി തോന്നണം എന്ന് മാത്രം. ഒരു കമന്റ് കണ്ടിട്ടോ അല്ലെ അങ്ങനെ ഒന്നും ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരാളൊന്നല്ല. കമന്റ് ചെയ്യുന്നവര് കമന്റ് ഓക്കെ അങ്ങനെ ഇന്ന് ഞാൻ എന്റെ തീരുമാനം മാറ്റി, അങ്ങനെ സോഷ്യൽ മീഡിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നതും എൻ്റെ അടുത്ത സുഹൃത്തുക്കളും എനിക്കും കൂടി തോന്നുന്നതുമായ കാര്യങ്ങളിലാണ് അങ്ങനത്തെ വിമർശനങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാറ്. ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. അതും നമ്മുടെ മുന്നോട്ടുള്ള യാത്രക്ക് നല്ലതാ. ശരിക്കും നമ്മളതിനെല്ലാം നല്ലത് പറഞ്ഞിട്ട് നിന്നാ നമ്മൾ തീരും. ശരിയാക്കാൻ ഇനിയും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പണിയെടുത്തിട്ട് പോവാം.